Hi everyone. നമ്മൾ ഇന്ന് 6th സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിന്റെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന ചാപ്റ്ററിലെ ചെറിയ ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഉള്ള ഭാഗം. ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് കാണുക, അതായത് നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം, dy/dx കാണുക, അല്ലെങ്കിൽ d²/dx² കാണുക അറ്റ് ദ പോയിന്റ് x=2 തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസിൻ്റെ ഫോർവേഡ് ഡിഫറൻസ് വെച്ചിട്ടുള്ളതും ബാക്ക്വേർഡ് ഡിഫറൻസ് വെച്ചിട്ടുള്ളതും സ്ട്രിങ് സെൻറ്ററിലുള്ള ഗോസ് എലിമിനേഷൻ വെച്ചിട്ടുള്ള ആ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, എളുപ്പത്തിൽ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് dy/dx ആൻഡ് d²y/dx² അറ്റ് x=1.2 ആൻഡ് x=2.2 ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ. നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ 1.2 എന്ന പോയിന്റിലെ ഡെറിവേറ്റീവുകളും ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവും 2.2 എന്ന പോയിന്റിലെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കാണണം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടേബിളിൻ്റെ ഡിഫറൻസ് ഫോർമുല കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. എക്സുകൾ താഴത്തേക്ക് എഴുതി 1, 1.2, 1.4, 1.6, 1.8, 2, 2.2. അതിൽ കറസ്പോണ്ടിങ് വൈകൾ എഴുതി. Δy, Δ²y, Δ³ Δ⁴y, Δ⁵y ആൻഡ് Δ⁶y. ഇത് മൊത്തം എഴുതി. എങ്ങനെയാണ് കിട്ടുന്നത് അറിയാലോ. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത രണ്ട് വാല്യൂസ് തമ്മിൽ കുറയ്ക്കുക, അതിന് നടുവിൽ എഴുതാം. ഓക്കെ, ഇത് രണ്ടും കൂടി കുറച്ചാൽ അതിന് ഇടത്ത് വില ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ടേബിൾ മുഴുവനെ കൺസ്ട്രക്ട് ചെയ്തു. ഇത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, 1.2 എന്ന പോയിന്റിലെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അറ്റ് x=1.2. അപ്പോൾ x=1.2 എന്നുള്ള പോയിന്റിൽ എങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ പറ്റുക നോക്കാം. അപ്പോൾ x=1.2 എന്നുള്ള പോയിന്റ് ഇവിടെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ ഉള്ള നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ് നമ്മൾ x0 എടുക്കാം. അതായത് ഇതിന് മുന്നേ ഉള്ള 1 നമുക്ക് വേണ്ട, അതായത് നമ്മൾ ഫസ്റ്റ് ഉള്ള വാല്യൂസ് ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് x0ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി. ഈ വാല്യൂസൊക്കെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നോക്കുക, ഇത് x0 ആണെങ്കിൽ ഇതായിരിക്കും, ദിസ് ഈസ് y0. ഇതാരാ, ദിസ് ഈസ് Δy0. ഇത് Δ²y0, ഇത് Δ³ y0, ഇത് Δ⁴y0, ഇത് Δ⁵y0. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x0=1.2 ആകുമ്പോഴുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് തുടക്കത്തിലാവുന്നതുകൊണ്ട് അത് നമ്മൾ ആ 1.2 നമ്മൾ x0 എന്നെടുത്തു. അതിന് മുകളിലേക്കുള്ള വാല്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി. അപ്പോൾ x0 1.2 വെച്ചാൽ അതിന് നേരെ ഉള്ള y0, പിന്നെ അതിന് നേരെ ക്രോസ് ആയിട്ട് വരുന്ന ഡയഗണലി വരുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, Δy0, Δ²y0, Δ³ y0, Δ⁴y0 and Δ⁵y0 എഴുതാം. Δ⁶ ഇല്ല അല്ലേ, ഇവിടെ 0 ആണ്. Δ⁶ ഇല്ല, Δ⁵ വരെ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, അപ്പോൾ ഇതിൽ നമുക്ക് അറിയണ കാര്യം, x0 എന്ന് പറഞ്ഞാൽ x0 ഈസ് 1.2, y0 എന്ന് പറഞ്ഞാൽ 3.320, Δy0 എന്ന് പറഞ്ഞാൽ 0.7351, Δ²y0 എന്ന് പറഞ്ഞാൽ 0.1627, Δ³ എന്ന് പറഞ്ഞാൽ 0.036, Δ⁴ എന്ന് പറഞ്ഞാൽ 0.008, Δ⁵ എന്ന് പറഞ്ഞാൽ 0.0014. ഇത്രയും നമ്മൾ എഴുതിച്ചു. ഈ വാട്ട് ഈസ് h? h is the difference between x1 and x2 or x1 and x0. അപ്പോൾ 1.4 1.2 തമ്മിലുള്ള ഡിഫറൻസും 1.4 1.6 തമ്മിലുള്ള വ്യത്യാസം, 1.8 1.6 തമ്മിലുള്ള വ്യത്യാസമൊക്കെ 0.2 ആണ്. സോ h is equal to, നമുക്ക് എഴുതാൻ പറ്റും, h is equal to 1.4 minus 1.2, that is equal to 0.2. 0.2 എന്നുള്ളതാണ് h. ഓക്കെ, നമ്മൾ വാല്യൂസ് ഒക്കെ എഴുതി. h എന്താ, x എന്താ, x0 എന്താ, y0 എന്താ, h എന്താ, Δy0 ആണ്, Δy0, Δ²y0, Δ³ y0, Δ⁴y0, Δ⁵y0 ഒക്കെ എന്താണെന്ന് എഴുതി വെച്ചു.
ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻ എഴുതി. നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dy by dx at x equal to x naught is 1 by h delta y naught minus 1 by 2 delta square y naught plus 1 by 3 delta cube y naught minus delta raised to 4 y naught by 4 plus etc. അപ്പോൾ ശ്രദ്ധിക്കണം, ഫോർവേഡ് ഇൻ ഡിഫറൻസ് ഫോർമുല വയ്ക്കുമ്പോൾ നമുക്ക് ആൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവിലും സെക്കൻഡ് ഡെറിവേറ്റീവിലും ഒക്കെ ആൾട്ടർനേറ്റീവ് പ്ലസും മൈനസ് ആയിരിക്കും. ആദ്യത്തെ പ്ലസും ബാക്കിയുള്ളത് ആൾട്ടർനേറ്റീവായിട്ട് പ്ലസും മൈനസും വരും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇപ്പോൾ dy by dx at x equal to 1.2 എന്നാണ് 1 by h എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഡെൽറ്റ വൈ നോട്ട് മൈനസ് 1 by 2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ബൈ 3 മൈനസ് ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് ബൈ 4 പ്ലസ് ഡെൽറ്റ റേസ് ടു 5 വൈ നോട്ട് ബൈ 5 ഒക്കെ എഴുതി. അതായത് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ്, ആദ്യത്തെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇങ്ങനെ മാറി മാറി വരും. സോ വി ഗെറ്റ് ദ ആൻസർ 3.3208. നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, എക്സ് ഈക്വൽ ടു 1.2 എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ അതിന് മുകളിലേക്കുള്ള എക്സ് ഈക്വൽ ടു 1 എന്ന വാല്യൂ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ ടേബിളിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം കട്ടായി പോയി. ബാക്കിയുള്ളത് 1.2 നമ്മൾ എക്സ് നോട്ട് എടുത്തു, അതിന് കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ വൈ നോട്ട് എടുത്തു. പിന്നെ ആ ഓരോ കോളത്തിൻ്റെ മുകളിലുള്ള സംഖ്യനെ നമ്മൾ ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്, ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് എന്നൊക്കെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dy by dx at x equal to x naught is 1 by h into delta y naught minus 1 by 2 into delta square y naught plus 1 by 3 into delta cube y naught minus 1 by 4 into delta raised to 4 y naught plus 1 by 5 into delta raised to 5 y naught plus etc. എന്ന് വരും. അത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ 3.3208. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, ഇത് അവിടെ നമ്മൾ തുടക്കത്തിലുള്ളതാണ് അല്ലേ. എക്സിൻ്റെ വാല്യൂസ് ഇനീഷ്യൽ പോയിന്റ്സുകളാവുമ്പോഴാണ്, നമ്മൾ ടേബിളിലെ തുടക്കത്തിലുള്ള വാല്യൂസ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ന്യൂട്ടൺസിൻ്റെ ഫോർവേഡ് ഡിഫറൻസ് യൂസ് ചെയ്യുക. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഡെറിവേറ്റീവിന് കാണാം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചു. dy by dx d square y by dx square at x equal to 1.2 പറഞ്ഞാൽ 1 by h square into delta square y naught minus delta cube y naught plus 11 by 2 delta raised to 4 y naught minus etc. എന്നാണ്. അത് നമ്മൾ h എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അപ്പോൾ h സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.04 ആണ്. ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി ഗെറ്റ് ദ ആൻസർ 3.318 എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂട്ടൺസിൻ്റെ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്തായിരിക്കും, ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് ആയിരിക്കും. ആദ്യത്തെ ടേം പ്ലസും രണ്ടാമത്തെ ടേം മൈനസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് at the point x equal to, find the derivative at the point x equal to 2.2. അപ്പോൾ 2.2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വാല്യൂ ആണ് അല്ലേ. ഇത് എക്സ് എൻ ആണ് 2.2. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് വെച്ച് ചെയ്യാൻ പറ്റുക, നമുക്ക് ന്യൂട്ടൺസിൻ്റെ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബാക്ക്വേർഡ് ഡിഫറൻസ്. അപ്പോൾ ഇത്രയും ടേബിൾ നമ്മൾ ഫസ്റ്റിൻ്റെയാണ് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യുക, നമ്മളിതൊക്കെ മായ്ച്ചു, ഫുൾ ടേബിൾ കൺസിഡർ ചെയ്തു. വീണ്ടും ഇതുവരെ നമ്മൾ വരച്ചത് മാറ്റി ഫുൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എക്സ് എൻ, ഇത് വൈ എൻ, ഇത് ഡെൽറ്റ വൈ എൻ, ഡെൽറ്റ സ്ക്വയർ വൈ എൻ, ഡെൽറ്റ ക്യൂബ് വൈ എൻ, ഡെൽറ്റ റേസ് ടു 4 വൈ എൻ, ഡെൽറ്റ റേസ് ടു 5 വൈ എൻ, ഡെൽറ്റ റേസ് ടു 6, സോറി നോട്ട് ഡെൽറ്റ, നെബുല കേട്ടോ, നെബുല വൈ എൻ, നെബുല സ്ക്വയർ വൈ എൻ, നെബുല ക്യൂബ് വൈ എൻ, നെബുല റേസ് ടു 4 വൈ എൻ, നെബുല റേസ് ടു 5 വൈ എൻ, നെബുല റേസ് ടു 6 വൈ എൻ എഴുതും. ഇത് നെബുല റേസ് ടു 6 വൈ എൻ ആണ്. ഇത് നെബുല റേസ് ടു 5 വൈ എൻ, ഇത് നെബുല റേസ് ടു 4 വൈ എൻ, നെബുല റേസ് ടു 3 വൈ എൻ, നെബുല സ്ക്വയർ വൈ എൻ, നെബുല വൈ എൻ ആൻഡ് വൈ എൻ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. അതിൻ്റെ ഇക്വേഷൻ എന്താണ് തന്നുള്ളത്, ഇക്വേഷൻ എന്താണ്, dy by dx equal to 1 by h into nebula yn plus 1 by 2 into nebula square yn plus 1 by 3 into nebula cube yn plus 1 by 4 into nebula raised to 4 yn
plus 1 by 5 into nebula raised to 5in plus nebula raised to 6yn by 6. അപ്പോൾ നമ്മൾ ഏകദേശം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ ആൻസർ 9.0228883 എന്ന് കിട്ടും, which is approximately equal to 9.0228 എന്ന് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂട്ടൺസിന്റെ ബാക്ക്വേർഡ് ഫോർമുല വെച്ചിട്ടാണ് വെച്ചാൽ എല്ലാ ടേംസും എന്തായിരിക്കും? പോസിറ്റീവ് ആവും. ന്യൂട്ടൺസിന്റെ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല വെച്ചിട്ടാണ് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് എന്തായിരിക്കും? പ്ലസ് മൈനസ് ആണ് വരിക. ഓക്കെ, ഇതേപോലെ അതിൻ്റെ എന്ത് ചെയ്തു? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എഴുതി. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ കാണാൻ ഇക്വേഷൻ ബേസ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ എൻ പ്ലസ് ഡെൽറ്റ ക്യൂ വൈ എൻ പ്ലസ് 11/12 ഡെൽറ്റ റെസ്റ്റ് ടു 4 വൈ എൻ പ്ലസ് 5/6 ഡെൽറ്റ റെസ്റ്റ് ടു 5 വൈ എൻ പ്ലസ് എക്സെട്ര. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/h സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.04 എന്ന് വരും. ഡെൽറ്റ നെബുല സ്ക്വയർ വൈ എൻ എന്ന് പറഞ്ഞാൽ 0.2964. ഇപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ലാസ്റ്റ് ഇവിടെ എന്തുണ്ടാവും? ഒരു ടേം കൂടി ഉണ്ടാവും. കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് ഏത് വരുന്നുണ്ട്? ഡെൽറ്റ റേസ് ടു 6yn വരുന്നുണ്ട്. ഡെൽറ്റ റേസ് ടു 6 നെബുല റേസ് ടു നെബുലാണ് 6. താഴത്തെ വാല്യൂസ് എടുക്കുമ്പോൾ നമ്മൾ പറയാം നെബുല എന്നാണ്. അപ്പോൾ നെബുല റേസ് ടു 6 വരെയുണ്ട്. അതായത് നമുക്ക് ഇവിടെ എന്തുണ്ടാവും? ഒരു ടേം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടേം കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. സോ ദാറ്റ് ഈസ് വാല്യൂ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? 137/180. 137/180. So the answer will be 8.9939861. എന്നിട്ട് പറയാം ആൻസർ 8.9939861. അപ്പോൾ നമ്മുടെ രണ്ട് ഫോർമുല നമ്മൾ യൂസ് ചെയ്ത്, അത് എക്സിൻ്റെ വാല്യൂസ് ടേബിളിലെ ടോപ്പ് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ ന്യൂട്ടൺസിൻ്റെ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല വെച്ചിട്ടുള്ള മെത്തേഡും അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെച്ചിട്ട്. അപ്പോൾ രണ്ടിലും ഇക്വേഷൻസ് തമ്മിൽ സാമ്യത ഉണ്ട്. ശ്രദ്ധിക്കേണ്ട, ആദ്യത്തേൽ നമുക്ക് എന്തുണ്ടാവും? ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് ആയിരിക്കും. രണ്ടാമത്തേൽ നമുക്ക് എന്താ? ബാക്ക്വേർഡ് ആകുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. കാരണം അവിടെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുന്നത് u+1 ഇൻറ്റു u+2 ഇൻറ്റു u+3 ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവുകളെല്ലാം ഇപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആവും. അപ്പോൾ എല്ലാ ടേംസും പോസിറ്റീവ് ആവും. ബട്ട് നമ്മൾ ഫോർവേഡ് ആകുമ്പോൾ അവിടെ നിന്നുണ്ടാവും u ഇൻറ്റു u-1, u ഇൻറ്റു u-1 ഇൻറ്റു u-2. അങ്ങനെ വരുമ്പോൾ അവിടെ ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഫോർവേഡ് ഇൻ്റർപോളേഷൻ വെച്ചാൽ ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസ് ഉണ്ടാവും. ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു നടുവിലെ പോയിന്റിലാണ് നമുക്ക് ഡെറിവേറ്റീവ് കാണണ്ടെങ്കിലോ? ഇത് നമ്മൾ കണ്ടത് എന്താണ്? ഒന്നുമില്ലെങ്കിൽ ആ ടേബിളിലെ ടോപ്പ് പോയിന്റുകൾ അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരുന്ന പോയിന്റുകളാണ് ഇത് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെ നടുവിലെ പോയിന്റിൽ? അതിനാണ് സ്ട്രിങ്ങിങ് ഫോർമുല പറഞ്ഞത്. ഓക്കെ, സ്റ്റിർലിംഗ്സ് ഫോർമുല കേട്ടോ, അതിൻ്റെ പേര് സ്റ്റിർലിംഗ്സ് ഫോർമുല എന്നാണ്. സ്റ്റിർലിംഗ്സ് ഫോർമുല പറയുന്നതാണ് dy/dx at x equal to x0 is 1/h into delta y minus 1 plus delta y0/2 minus 1/6 into delta cube y minus 2 plus delta cube y minus 3/2 plus etc. എന്ന് വരും. ഇത് എങ്ങനെയാണ് വരുന്നത്? ഇക്വേഷൻ കാണാതെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ ഇത് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു മെത്തേഡ് ഒന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്ട്രിങ്ങിങ് ഫോർമുല കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നമുക്ക് കാണാൻ നമ്മൾ x = 1.6 എന്നുള്ള വാല്യൂ ആണ് കാണിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx at x = 1.6. x0 എന്ന് പറഞ്ഞാൽ 1.6 ആവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1.6 നമ്മൾ x0 ആക്കിയ x0 1.6 നമ്മൾ എന്ത് ചെയ്യുക? 1.6 നമ്മൾ എന്താക്കുക? x0 ആക്കി കൊടുക്കുക. ലെറ്റ് x0 is equal to 1.6. ഇനി എന്ത് ചെയ്യുക? ഈ x0 നേരെ നമ്മളൊരു ലൈൻ അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ ശ്രദ്ധിക്കണം. dy/dx കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. dy/dx = 1/h into അത് എല്ലാറ്റിലും ഉണ്ടാവും. ഇനി അടുത്ത ടേം എന്താ?
ഡെൽറ്റ വൈ മൈനസ് 1 പ്ലസ് ഡെൽറ്റ വൈ നോട്ട് ബൈ 2. അതായത് ഈ ഡെൽറ്റയുടെ ടേബിൾ നോക്കുക. ഇതിൽ ഈ വരയുടെ തൊട്ട് താഴെയും തൊട്ട് മുകളിലും വരുന്ന സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എന്ത് ചെയ്യുക? ആ വരയുടെ തൊട്ട് മുകളിലും തൊട്ട് താഴെയുള്ള രണ്ട് ടേംസ് നമ്മൾ ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് ഹരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മളിവിടെ ഫോർവേഡ് ഡിഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ, കാരണം ഡെൽറ്റയാണ്. ഫോർവേഡ് ഡിഫറൻസ് ആണ്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? ഓൾട്ടർനേറ്റീവ്ലി പ്ലസ് മൈനസ്. അപ്പോൾ രണ്ടാമത്തെ ടേം എന്തായിരിക്കും? -1/6 ഇൻറ്റു. ഇനി എന്ത് ചെയ്യുക? ഈ വരയുടെ മുകളിലും താഴെയുള്ള വാല്യൂസ്, ഓക്കെ, അപ്പം ഈ രണ്ടെണ്ണം ഇത് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് ഹരിക്കുക. അതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഇത്രയും ടൈം. ഇനി അടുത്തെന്ത് ചെയ്യുക? വീണ്ടും അത് ഈ വരയുടെ മുകളിലും താഴെയുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇനി അടുത്തെന്തായിരിക്കും? മൈനസ് ആവും. എന്ത് ചെയ്യണം? ഈ വരയുടെ മുകളിലും താഴെ ഉണ്ടെങ്കിൽ അത് തമ്മിൽ. കാരണം ബാക്കിയുള്ള ലൈൻസ് ഇതാ ഈ പോയിന്റിൽ ഇവിടെ ഒന്നും നമുക്ക് എന്തില്ല, അത് നമ്മളെ ലൈനിലാണ് ഒക്കെ വരുന്നത്. അപ്പോൾ ലൈനിൽ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ നമുക്ക് വാല്യൂസ് വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? ആ എക്സ് ഡോട്ടിന് നമുക്ക് എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന് മുകളിലും താഴെയും വരുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് ഹരിക്കുക. ഓക്കെ, ആദ്യത്തെ ടേമിൽ 1 ഇൻറ്റു അത് നമ്മൾ ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് ഹരിക്കുക. -1/6 ഇൻറ്റു വരയുടെ മുകളിലുള്ള ടേംസും ഈ രണ്ട് ടേംസ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് ഹരിക്കുക. പ്ലസ് 1/30 ഇൻറ്റു എന്ത് ചെയ്യുക? ഈ രണ്ട് സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് ഹരിക്കുക. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1/h ഇൻറ്റു 1/h എന്ന് പറഞ്ഞാൽ എന്താ? 1/0.2 1/0.2 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്തുണ്ടാവും? 1.09 ഈ വാല്യൂസ് ആണ് വരിക. എന്തുണ്ടാവുക? 1.0966 പ്ലസ് 0.8978/2 മൈനസ് എന്ത് ചെയ്യുക? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? ആൻസർ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? 0.0441 പ്ലസ് 0.0361/2 ഇൻറ്റു ഒരു 1/6 ഉണ്ടാവും. അതേപോലെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? വി ഗെറ്റ് പ്ലസ് 1/30 ഇൻറ്റു 0.0014 പ്ലസ് 0.0013. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. സോ വി ഗെറ്റ് ആൻസർ 1/h ഇൻറ്റു നമുക്ക് രണ്ട് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തു /2 മൈനസ് 1/6 ആണ്. ഇവിടെ ഇൻറ്റു 6 ആണ് കേട്ടോ, 2 അല്ല, ഇറ്റ് ഈസ് 6 ആണ്. സോ ദ ആൻസർ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും, ഇതല്ലതിന് ആൻസർ ഉണ്ടാവുക. ദിസ് ഈസ് റോങ്, യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ആ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇനി എങ്ങനെയാണ് ഡെൽറ്റ സ്ക്വയർ കണ്ടുപിടിക്കുക? അപ്പോൾ ഇത് എന്താണ്? ഡെൽറ്റ സ്ക്വയർ അല്ല, ഇത് dy/dx ആണ്. ഇനി എങ്ങനെ d²y/dx² കാണാം? അപ്പോൾ d²y/dx² കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. d²y/dx² at x = x ഡോട്ട് എന്ന് പറഞ്ഞാൽ 1/s² ഇൻറ്റു ടേംസ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ വരുന്നു നോക്കാം. ഇത് കാണാതെ പഠിക്കണേക്കാൾ എളുപ്പമുള്ളത് മെത്തേഡ് എന്ത് ചെയ്യുക? നമുക്ക് ഏതിനാണോ x0 കൊടുക്കേണ്ടത്, അപ്പോൾ x0 1.6 ആണ്. ഇനി ഇവിടെ നമ്മൾ വരയ്ക്കേണ്ട സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അത് ഏതൊക്കെ പോയിന്റിലൂടെ കടന്നു പോകുന്നത്? അതായത് നമുക്ക് വൈയിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ വൈ നമുക്ക് വേണ്ട, നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈയും പോവും, ഡെൽറ്റ വൈയും പോവും. ബാക്കിയുള്ള ടേംസ് ഒക്കെ അപ്പോൾ ഇത് രണ്ടും വേണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കടന്നോട്ടെ, ഇത് രണ്ടും വേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ടേം അല്ലേ, അതാണ് ഇവിടെ തന്ന ടേം. ഈ ടേമാണ് 0.1988. അതാണ് നമ്മളെ ഡെൽറ്റ സ്ക്വയർ y മൈനസ് 1 മൈനസ് 1/12 ഇൻറ്റു ഡെൽറ്റ റേസ്റ്റ് 4 y മൈനസ് 2 എന്ന് പറഞ്ഞാൽ
തൊട്ടിവിടെ കിടക്കുന്ന ടേം, ആ ലൈനിൽ വരുന്ന അടുത്ത ടേം. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ ഓരോ കോളം മാറി മാറിയിട്ടാണ് വരിക. ഓക്കെ, സ്റ്റിർലിംഗ്സ് ഫോർമുലയിൽ നമുക്ക് വരിക എന്താണ്, ഓരോ കോളം മാറി മാറിയിട്ടാണ്. അടുത്തുണ്ടാവും 1/90 ഇൻറ്റു, ഇപ്പോൾ ഏത് ടേം ഉണ്ടാവുക, ഈ ടേം അല്ലേ, 1/90 ഇൻറ്റു ഈ ടേം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടേമിൽ എന്തുണ്ടാവില്ല, അടുത്തതിൽ ഉണ്ടാവില്ല, അതിനടുത്തതിൽ ഇവിടെ വരുന്ന വാല്യൂസ് അതാണെങ്കിൽ തൊട്ടപ്പുറത്തുണ്ടാവും. അങ്ങനെയാണ് സ്റ്റിർലിംഗ് ഫോർമുല വരിക. അപ്പോൾ ഇവിടെ 1/h² ആണ്. അപ്പോൾ h² തന്നെ 1/0.2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 1/0.04 എന്ന് വരും. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ d²y/dx² at 1.6 is equal to 1/h², that is 0.04 into 0. ഇത് ഡെൽറ്റ സ്ക്വയർ y - 1 ആണ്. ഡെൽറ്റ സ്ക്വയർ ഇതിൻ്റെ വാല്യൂ ആണ് ഡെൽറ്റ² y - 1, ഇതാണ് ഇവിടെ, -1/12 ഇൻറ്റു ഇത് Δ⁴. 2 ഡെൽറ്റ² ആണ്, Δ⁴ ആണ്, y - 2, ഇത് Δ⁶ y - 3. അപ്പോൾ ഇവിടെ -1 -2 -3 എളുപ്പമാണ്, ഓർക്കാൻ എളുപ്പമാണ്. ഇത് മാത്രം നോക്കിയാൽ മതി. ആദ്യത്തേൽ y - 1, അടുത്തതിൽ y - 2, അടുത്തതിൽ y - 3. എന്ത് ചെയ്യണം, സ്ക്വയർ ⁴ ⁶. അപ്പോൾ അടുത്ത വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ 4.9526 കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റിർലിംഗ്സ് ഫോർമുല വെച്ചിട്ടുള്ള ഇത്. ഇപ്പോൾ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നേരിട്ട് കാണാം. ഈ ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ വരാം. നമുക്ക് എന്ത് ചെയ്യണം, 1.2 എന്ന പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1.2 എന്ന പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലെ ഫസ്റ്റത്തെ എല്ലാം നമ്മൾ ഒഴിവാക്കുക. നമ്മളെന്ത് ചെയ്യുക, 1 ഉള്ളത് നമ്മൾ ഒഴിവാക്കുക. 1 കട്ട് ചെയ്തു, ഇത് മുഴുവൻ കട്ട് ചെയ്ത് പോയി. ഇത് നമ്മൾ Δy0, ഇത് Δ² y0, Δ³ Δ⁴ Δ⁵. ഇത് y0, ഇത് x0. ഇത് x0, this is x0, ഇത് y0, Δy0, Δ² y0. അങ്ങനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കിട്ടി. ഓക്കെ, ഇനി ഇതന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലാസ്റ്റ് വാല്യൂ ആണ് കാണുന്നത്. അവസാനത്തെ വാല്യൂ ആണ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവസാനത്തെ വാല്യൂ വെച്ചാൽ നമ്മൾ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ xn ആക്കും. അപ്പോൾ ഇത് yn, ഇത് നെബുല yn, ഇത് നെബുല² yn, ഇത് നെബുല³ yn, നെബുല⁴ yn, നെബുല⁵ yn, നെബുല⁶ yn ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, അടുത്തേലും സ്ക്വയർ കാണാൻ നമ്മൾ പറഞ്ഞു നേരത്തെ ചെയ്തമാതിരി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ടേം, ഇതിൽ ഒരു ടേം കുറവുണ്ട്, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരേണ്ടത് 9.022883 ആണ്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 9.0228 എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എന്താണ്, എല്ലാം ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ആകുമ്പോൾ എല്ലാം എന്തായിരിക്കും, പോസിറ്റീവ് ആവും. അപ്പോൾ ആദ്യത്തേൽ by1, അടുത്തത് by2, by3, by4, by5, by6 അങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ 1/h ഇൻറ്റു നെബുല yn by1 പ്ലസ് നെബുല² yn by2 പ്ലസ് നെബുല³ yn by3 നെബുല⁴ yn by4 നെബുല⁵ yn by5 നെബുല⁶ yn by6 എക്സെട്ര എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ മെത്തേഡ് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതി ഇവിടെ അതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറയാം. നമുക്ക് ഇതേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പോകണം, 2 എന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് കാണുന്ന എഴുതാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അറ്റ് 2. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക, നമുക്ക് ഈ പോയിന്റ്, അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കണം, xn ആക്കണം. അതായത് നമുക്ക് ആരെ ആവശ്യമില്ല, നമുക്ക് ഈ 2 ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു, അവസാനമുള്ളതൊക്കെ കട്ട് ചെയ്തു. ഇത് xn, അപ്പോൾ ഇത് yn, ഇത് Δy, ഇത് നെബുല yn, ഇത് നെബുല² yn, നെബുല³ yn, നെബുല⁴ yn, നെബുല⁵ yn. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് yn, ഇത് നെബുല yn, ഇത് നെബുല² yn, നെബുല³ yn എക്സെട്ര. അപ്പോൾ ഏകദേശം അവസാനത്തെ വാല്യൂ അതിൻ്റെ തൊട്ട് മുകളിലെ വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം.
കേട്ടോ. അപ്പോൾ ഒറ്റ വാല്യൂവിൽ വ്യത്യാസമാണ് വരുന്നതെങ്കിൽ അവസാനത്തെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള വരണമെങ്കിൽ അവസാനത്തെ വരുന്ന വെച്ചാൽ നമ്മൾ ഇതൊക്കെ എന്തെടുക്കും, ഈ വാല്യൂസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി അതിൽ തൊട്ട് മുകളിലത്തെയാണ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഒഴിവാക്കും, ഇത് മൊത്തം പോയി, പിന്നെ ഇത് മാത്രം, ഇത് വയ്യ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഇനി തൊട്ട് മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ബാക്ക്വേർഡ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ആദ്യത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് x0 y0 ഡെൽറ്റ y0 ഇങ്ങനെ എടുത്തിട്ട് ന്യൂട്ടൺസിൻ്റെ ഫോർവേഡ് ഇൻ്റർപോളേഷൻ്റെ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ. ഇനി 1 അല്ല 1.2 ഒക്കെയാണ് തൊട്ട് താഴെയുള്ള എന്ത് ചെയ്യും, ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ എടുക്കും. ഓക്കെ. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ മൂന്നാമത് ഇതിൽ പറഞ്ഞത് സ്ട്രിങ്ങിങ് ഫോർമുലയാണ് പറയുക. അത് ഇതിന് നടുവിലാണ് തരുന്നെങ്കിലോ, നടുവിലാണ് തരുന്നത് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യാം, ഇപ്പോൾ 1.6 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 1.6നെ x0 ആക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിലെന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക /2, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക /2, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക /2, അതിനെന്ത് ചെയ്യുക, കോഎഫിഷ്യൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്യാം. കോഎഫിഷ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആകുമ്പോൾ ആദ്യത്തേൽ 1, അടുത്തേൽ -1/6, അടുത്തേൽ +1/30, അങ്ങനെയാണ് വരിക. ഓക്കെ. ഇനി ഇവിടെ ഇതിൽ തന്നെ നോക്കാം, നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റിയാണ് തരുന്നത്. നമുക്ക് കാണേണ്ടത് അറ്റ് x = 1.8ലാണ്. അപ്പോൾ എന്താ ചെയ്യുക, x = 1.8, ഇത് x0 ആക്കുക, ഇതിന് സ്ട്രൈറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് നമ്മൾ ആഡ് ചെയ്ത് /2, ഇതാണ് ഇവിടെ വരിക. ഓക്കെ. ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് /2, ഇതാണ് ഇവിടെ വരിക. ഇവിടെ അടുത്തതിൽ നമുക്ക് എന്തില്ല, വാല്യൂ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സ്ട്രിങ്ങിങ് ഫോർമുല വെച്ചിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ഒരു മെത്തേഡുകൾ. നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ലൈൻ കട്ടാവുന്ന പോയിന്റില്ലേ, ഏത് സ്ട്രെയിറ്റ് ലൈൻ കൂടെ പോകുന്നത്, ആ ടേമുകളാണ് ഇവിടെ എഴുതുന്നത് മാത്രം. സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്ന ടേംസാണ് നമ്മളിവിടെ എഴുതാം. ഓക്കെ. താങ്ക് യു.